ചർച്ചയിലേക്ക് വരും മുൻപ് ഞാൻ ജോസഫ് എന്ന് പറയുന്ന പാപ്പച്ചൻ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുകൊടുത്ത, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്ത ആ കത്ത്, മാസങ്ങൾക്ക് മുമ്പുള്ള കത്ത് ഞാനൊന്ന് വായിക്കാം. ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി മുൻപാകെ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ 108-ാം നമ്പർ വീട്ടിൽ താമസിക്കുന്ന പാപ്പച്ചൻ എന്നറിയപ്പെടുന്ന വളയത്ത് ജോസഫ് സമർപ്പിക്കുന്ന പരാതി. സർ, ഞാൻ 77 വയസ്സുള്ള വികലാംഗനാണ്. വീട്ടിൽ ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. എൻ്റെ മൂത്ത മകൾ ജിൻസി 47 വയസ്സ്, അയാൾ കിടപ്പ് രോഗിയാണ്. സഹായത്തിന് ആരുമില്ലാത്ത ഞാൻ 2 വടികളുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. ഞങ്ങൾ ജീവിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വികലാംഗ പെൻഷൻ കൊണ്ടാണ്. ഇപ്പോഴത്തെ പെൻഷൻ ലഭിച്ചിട്ട് 5-ാമത്തെ മാസമായി. പലരോടായി കടം വാങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. കടം വാങ്ങി മടുത്തു. അതുകൊണ്ട് 15 ദിവസത്തിനകം എൻ്റെയും മകളുടെയും 5 മാസ പെൻഷൻ തരുന്നില്ല എങ്കിൽ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജീവനൊടുക്കും എന്നു ആത്മഹത്യാ കുറിപ്പിന് ശേഷമാണ് ആത്മഹത്യ. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞു ഒന്ന് കേൾക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൾ, ഭിന്നശേഷിക്കാരിയായ മകൾ അദ്ദേഹത്തിന്റെ വീട്ടിലില്ല. അവർ കോഴിക്കോട്ടുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിലാണ്. എന്നാൽ 8-ാം മാസം വരെ അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 2 ആളുടെ പെൻഷനാണ്. അദ്ദേഹത്തിന്റെ പെൻഷനും അദ്ദേഹത്തിന്റെ മകളുടെ രക്ഷിതാവ് എന്ന നിലയിൽ മകളുടെ പെൻഷനും. 28,600 റുപ്യ 8 മാസം കൊണ്ട് അദ്ദേഹം പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു ശരാശരി പെൻഷൻകാരന് മാസം കിട്ടുക 1,600 റുപ്യ. ആ 4 മാസത്തെ 1,600 റുപ്യ 6,200 റുപ്യന്റെ കുറവ് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ 2023 അദ്ദേഹം എത്ര രൂപ സർക്കാരിന് പെൻഷനായി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. ജിതീഷ് മുതുകാട്, ബാക്കി പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഇത് ആ ജോസഫ് മരിച്ച ദിവസം ഈ മഹാൻ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, കിടപ്പ് രോഗിയായി കിടക്കുന്ന മകളുടെ പണം പോലും അനർഹമായി പറ്റുന്ന എന്തോ ഒരു കുറ്റം ചെയ്തു എന്ന ദുരുദ്ദേശത്തിൽ എന്ന ബാട്ടേഴ്സിലാണ് ഇന്നലെ ഈ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ പരാമർശം. ഇന്ന് മറ്റൊരു ചാനലിൽ അത് പെൻഷൻ കിട്ടാത്ത ആത്മഹത്യൊന്നുമല്ല, ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ മനോവേഗത, ഏകാന്ത ഡിപ്രഷൻ നമ്മൾ പറയുമല്ലോ, അതാകാം കാരണമെന്ന് പറയുകയാണ്. ശ്രീ ജിതീഷ് മുതുകാട്, അടുത്ത പഞ്ചായത്ത് യോഗം ചേരുമ്പോൾ ഈ പ്രസിഡന്റിനെതിരെ ഒരു കരിങ്കൊടി അടക്കമുള്ള പ്രതിഷേധങ്ങൾ നിങ്ങൾ നടത്തുമോ ജിതീഷ്? തീർച്ചയായും നടത്തും. ഞങ്ങൾ നാളെ രാവിലെ 11 മണിക്ക് ചെക്കിട്ടപാറ പഞ്ചായത്ത് ഓഫീസിലേക്ക് UDFന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ മാർച്ച് നടക്കുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം, വളയത്ത് പാപ്പച്ചൻ എന്ന് പറയുന്ന ജോസഫ് ആഗസ്റ്റ് മാസം ആണ് അദ്ദേഹത്തിന് അവസാനമായി പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. നവംബർ മാസം 9-ാം തീയതി ചെക്കിട്ടപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്ക്, കോഴിക്കോട് ജില്ലാ കലക്ടർക്ക്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്, പെരുവണ്ണാമൂഴി പോലീസ് SHOയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ പരാതി നേരത്തെ അങ്ങ് വായിച്ചല്ലോ, കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, പെൻഷൻ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന കുടുംബമാണ് എൻ്റേത്. അപ്പോൾ പെൻഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ മരണമല്ലാതെ മറ്റു മാർഗമില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി പറയുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ല ജിതീഷ്, ഇവിടെ 2.5 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിൽ പഞ്ചായത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പഞ്ചായത്തല്ല, സർക്കാരാണ് കൊടുക്കേണ്ടത്. കാര്യങ്ങളൊക്കെ ശരിയാണ്. എങ്കിലും ഒരു മനുഷ്യൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ ഈ പറയുന്ന ഞങ്ങൾ റോഡ് വെട്ടിക്കൊടുത്തതല്ലേ, ഞങ്ങൾ ഞങ്ങൾ ഇയാൾ അതിദരിദ്രനല്ലേ, ഇയാളെ ഞങ്ങൾ എത്രയോ ദിവസത്തെ തൊഴിലുറപ്പിൽ ചേർത്തതല്ലേ, ആ പൈസ കൊടുത്തതല്ലേ, ആ പൈസയുടെ കണക്കെടുത്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇൻസെൻസിറ്റീവായി ന്യായീകരിക്കുകയാണ് നിങ്ങളുടെ പ്രസിഡന്റ്. ജിതീഷ്, ഒരു അംഗമെന്നുള്ള നിലയ്ക്ക് താങ്കൾ കൂടി നാണക്കേടാണ്. ഒരാഴ്ച കഴിഞ്ഞ് പറ, മരിച്ച ആ ദിവസങ്ങളിൽ പറയണോ രാഷ്ട്രീയ ന്യായീകരണം? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നേരത്തെ നിങ്ങളുടെ അവതരണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മറിയക്കുട്ടി ചേച്ചിയുടെ വിഷയം, അവർ പിച്ചച്ചട്ടിയുമായി പുറത്തിറങ്ങിയ സമയത്ത് അവർക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെന്ന്, അവർക്ക് 3 വീടുണ്ടെന്ന്, അവരുടെ മക്കൾ വിദേശത്തുണ്ടെന്ന്, എന്തൊക്കെ വാദമുഖങ്ങളായിരുന്നു അന്ന് CPM നിരത്തിയിട്ടുള്ളത്. ദേശാഭിമാനി പത്രത്തിൽ വരെ ആ വാർത്ത വരികയും അവസാനം ആ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് ദേശാഭിമാനി വന്നത് നമ്മളെല്ലാവരും കണ്ടതാ. സമാനമായ രീതിയിലാണ് മരിച്ചു കിടക്കുന്ന ജോസഫിനെ വീണ്ടും കൊല്ലുന്ന നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതിനേക്കാൾ ഒരു പടി ഉയർന്ന് ഞാൻ പറയട്ടെ, ഇന്ന് കോഴിക്കോട് കലക്ടറേറ്റിൽ പ്രതിഷേധമുണ്ടായിരുന്നു.
ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ശവശരീരം കൊണ്ടുപോകുന്ന ആംബുലൻസിന്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലക്സ് ബോർഡ് തൂക്കിയിരുന്നു. ആ ഫ്ലക്സ് ബോർഡിൽ എഴുതിയിരുന്നത് മറ്റൊന്നുമല്ല, ഇദ്ദേഹം മരിച്ചതല്ല, കൊന്നതാണ്. ഇദ്ദേഹത്തിനെ കൊന്നത് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് എന്ന് എഴുതിയിട്ടുള്ള ഫ്ലക്സ് അദ്ദേഹത്തിന്റെ ബോഡി അടക്കം ചെയ്തതിന് ശേഷം മുതുകാട് അങ്ങാടിയിൽ ഒരു ഭാഗത്ത് കെട്ടിത്തൂക്കിയിരുന്നു. ഈ ഫ്ലക്സ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടി വന്നിട്ട് എടുത്തു മാറ്റിയിട്ട് അല്ലെങ്കിൽ കീറിക്കളഞ്ഞിട്ട് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. അപ്പൊ ഏത് രീതിയിലാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യത്തെ ദിവസം പറഞ്ഞത് ഞങ്ങൾ അവരെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. ഏതാണ് ചേർത്ത് നിർത്തിയതിന്റെ അവകാശവാദം? 99 പണി കൊടുത്തു എന്ന് വരെ പറയുന്നു തൊഴിലുറപ്പിൽ. പ്രിയപ്പെട്ട പ്രസിഡന്റ് ഒന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷമാണ് 99 പണി. അതായത് 2023 ഏപ്രിൽ 1 മുതൽ 2024 ജനുവരി 23 വരെ 99 പണി കൊടുത്താൽ 333 × 99 32,967 രൂപയുടെ പണി അദ്ദേഹം തൊഴിലുറപ്പിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ പണം കൊണ്ട് ഒരു വർഷം ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി കഴിയുമോ? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ ഈ ആത്മഹത്യാക്കുറിപ്പ് അവിടെ അദ്ദേഹത്തിന്റെ മരുന്ന് പാക്കറ്റിന് മുകളിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരുന്നുവെന്നും അത് പുറം ലോകം കാണിക്കാതെ പോലീസ് മുഖ്യെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ വസ്തുതയുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ പലരും ഈ കുറിപ്പ് കണ്ടവരാണ്. ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹത്തിന്റെ ഒരു മരുന്നിന്റെ പാക്കറ്റിന്റെ ബാക്കിലായിട്ട് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്നത് ഇതെങ്ങനെയാണ്: പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അവിടുത്തെ പരിസരവാസികൾ കണ്ടിട്ടുണ്ട്, മാധ്യമ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട്, അവിടെ ആ സമയത്തുണ്ടായിരുന്ന പലരും കണ്ടിട്ടുണ്ട്.